ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കല്യാണ പരിപാടിക്ക് പോകാൻ കേട്ടോ. എൻ്റെ വീട്ടിൽ കാലത്തിങ്കിലാണ് പോകാണ്ട്. അപ്പോൾ പോകാനുള്ള ഒരുക്കത്തിൽ ഞാൻ ഡ്രസ്സൊക്കെ ഓരോന്ന് അലമാരയിലെടുത്ത് വെക്കുന്നു. അപ്പോൾ എന്നൊരു ഗൗണാണ് ഇടാമെന്ന് വിചാരിക്കുന്നത്. ഈ ഗൗൺ ഇട്ടിട്ട് കുറേ കാലമായിട്ടാണ്. കാരണം തന്നെ കണ്ടില്ലേ, അല്ല ബ്രൈഡലിൻ്റെ ഷാളിൻ്റെ മാരുണ്ട്, ഫുള്ള് വർക്കാണ് ഷാളിലിട്ടാ. അപ്പോൾ ഇത് കാരണം എനിക്ക് ഇടാൻ ഭയങ്കര മടിയിട്ടാണ്. പക്ഷെ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എടുത്തും ചെയ്തു. നമ്മളൊരു കൊറോണ സമയത്ത് ഒരു 3 വർഷമൊക്കെ മുമ്പ് എടുത്തതാണിത്. പക്ഷെ അധികം യൂസ് ചെയ്തിട്ടില്ല, 1-2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, അധികം യൂസ് ചെയ്തിട്ടില്ല. കണ്ടില്ല, ഇതൊരു ഗൗണാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവിലും ബോഡി പാർട്ടിലും കംപ്ലീറ്റ് കുഞ്ഞു ത്രെഡും സീക്വൻസും കൂടിയുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. ഗൗണ് സൂപ്പറായിട്ടാ. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഷാളാണ് തീരെ ഇഷ്ടമാകത്തിട്ടാണ്. ഷാള് ഒന്നുമില്ല, നിറയെ വർക്കായതുകൊണ്ട് ഒരു മടിയാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ. പിന്നെ ഈ ഗൗൺ ഇട്ട നല്ല ഭംഗിയാണ്. കണ്ടില്ല, ഇവിടെ ഇങ്ങനെ സിമ്പിളായിട്ടുണ്ട്, നല്ല ഒതുങ്ങിയ സോഫ്റ്റ് ജോർജറ്റാണ് താഴെ ഭാഗത്തേക്ക് സ്കേർട്ട് ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കേട്ടോ, നല്ല റെഡ് ചില്ലി കളറാണ് വന്നിട്ടുള്ളത്. അപ്പം ഏതായാലും ഇത് കുറേ ആയി ഇതിങ്ങനെ മടക്കി അളമാറിൽ വെച്ചിട്ട്. അപ്പം ഇന്ന് ഏതായാലും ഇത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പെട്ടെന്നില്ല, ഞാൻ നേരെ വീട്ടിൽ പോകണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏതായാലും ഓരോന്നും ഇങ്ങനെ പാക്ക് ചെയ്യണേണ്ടതും കുട്ടികളുടെയൊക്കെ പാക്ക് ചെയ്തിട്ട് ബാഗിലൊക്കെ വെച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം അങ്ങനെ ഇതിങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇട്ടാൽ പുതിണ്ണിൻ്റെ ഒപ്പം നിന്നാൽ പുതിണ്ണിൻ്റെ ഷാളിൻ്റെ ഷാളിനെ പോലെ ഇരിക്കാറോ, അതേപോലെ ഉണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും പ്ലെയിൻ ഷാൾ ഇടാന്ന് വിചാരിച്ചാൽ അപ്പോൾ ഈ ഗൗണൊക്കെ അതൊരു ഭംഗി കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ അതൊരു മടി. ഏതായാലും ഇട്ട് നോക്കാം. അന്നൊക്കെ ഇത് ഞാൻ പറഞ്ഞ 2 പ്രാവശ്യം യൂസ് ചെയ്ത സമയത്ത് എനിക്കൊരു മടി ഉണ്ടായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ പറയും, ഓ ഇത് ഹെവി ഷാളാണല്ലോ എന്ന് പറയും കാണുമ്പോൾ തന്നെ. കാരണം അതിൻ്റെ കളറും ഇങ്ങനെ തന്നെ, വർക്കും ഇങ്ങനെ തന്നെ. അതുകൊണ്ട് പിന്നെ ഞാനവിടെ മടക്കി വെച്ചതാണ് കമൻറ്റ് വന്നപ്പോൾ. പിന്നെ എനിക്ക് തോന്നിയതാണ് ഇപ്പോൾ മടക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതല്ല, അതുകൊണ്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഷോളിന് മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ. സ്കേർട്ട് നല്ല അടിപൊളി കണ്ടിട്ടുണ്ട്. ഗൗണ് കണ്ടു. ഇനി ഏതായാലും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അയൺ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് ഇസ്തിരിട്ട് ഒരുങ്ങാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് റെഡി ആയിട്ട് പോകുന്നത്. ഒരു ദിവസത്തെ പരിപാടിയല്ല, 3 ദിവസത്തെ പരിപാടി ഉണ്ട് കേട്ടോ. വീട്ടിൽ എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് കൊണ്ടുവരലും നിക്കാഹ്, പിന്നെ കൂട്ടിക്കൊണ്ടാല്, വിരുന്നിനാണ്ട് പോലെ, അങ്ങനെയൊക്കെ പരിപാടികൾ 3-4 ദിവസത്തെ പരിപാടി ഉണ്ട്. അതായത് ഞാൻ ഒരു ദിവസത്തെ വീഡിയോ എടുക്കണുള്ളൂ, എല്ലാം കൂടി വീഡിയോ എടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഇറങ്ങിയതും പോയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ അവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ മാറ്റണം കേട്ടോ. കണ്ടില്ലേ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇങ്ങനെ ഇട്ട് ശരിക്കും കാണിക്കണമെന്നില്ല. കണ്ടില്ല, മൊത്തത്തിൽ തിളങ്ങിക്കൊണ്ടാണ്. ഐലൈനർ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പൊയ്മയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് മാറ്റിയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇവിടെ ചമ്മാട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് തലേന്ന് നിൽക്കാറുണ്ടായിരുന്നു, അതിനൊന്നും ഞാൻ പോയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ നാളത്തെ പെണ്ണിൻ്റെ കൂടെ പോലോ അങ്ങനെ എന്തൊക്കെയുണ്ട് കല്യാണം. പെണ്ണിനെ പറഞ്ഞേക്കണത് കോഴിക്കോട്ട് കേട്ടോ, കോഴിക്കോട് വടകര ഭാഗത്തേക്കാണ്. അപ്പോൾ അതിനൊരു ട്രിപ്പ് ഇനി വേറെ ഉണ്ട്. അപ്പോൾ നല്ല ചൂടട്ടോ. അത് കഴിഞ്ഞ ഒരാഴ്ച പഴക്കമുള്ള വീഡിയോ ആണ്. അപ്പോൾ നല്ല ചൂടുള്ള സമയത്തേനു നല്ല ചൂടാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടത്ത് നമ്മളെ മേക്കപ്പും പുട്ടിയൊന്നും മുഖത്ത് അധികം നിൽക്കണില്ല കേട്ടോ, കുറച്ച് റിസ്ക്കാണ്. അത് ഞങ്ങൾ പറഞ്ഞിരിക്കരുത്, മേക്കപ്പൊക്കെ ഇട്ട് ഇറങ്ങിയാൽ ആകെ ഒലിച്ച് പോകുന്നുള്ളത്. അപ്പോൾ അടുത്തപ്പോൾ ജ്യേഷ്ഠത്തി മക്കളൊക്കെ വന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങാനുള്ളൂ കേട്ടോ. ഇപ്പോൾ നേരത്തെ തന്നെ തിരക്ക് കൂടിയിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കേണ്ട ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ വീഡിയോ ഓണാക്കിയപ്പോൾ ജ്യേഷ്ഠത്തെ തന്നെ ചീത്ത അറിയാം, അതൊന്ന് ഓഫാക്കിയിട്ടോ വരികയൊക്കെ ഭക്ഷണം കഴിക്കാനേ സമ്മതിക്കൂല എന്നെ കണ്ട്. എൻ്റെ ഉമ്മാനോട് പറയണേ, അവിടെ അതൊന്ന് ഓഫാക്കാൻ പറയുന്നു.
ഈ നല്ല ചൂടത്ത് നമുക്ക് ഈ ബിരിയാണി ഇതാ നല്ല ചൂടന്നെ നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ ആ ചൂടത്തൊക്കെ ബിരിയാണി ഒന്നും ശരിക്കും ഇറങ്ങൂല കേട്ടോ. കല്യാണ വീട്ടിലെ ജിലേബി കള്ളന്മാരൊക്കെ ഉണ്ടല്ലേ, കുട്ടികളൊക്കെ മെയിൻ പരിപാടി ഇതാണ്. അവിടുത്തെ ടിഷ്യൂ പേപ്പറിൽ ജിലേബി പൊതിഞ്ഞുകൊണ്ടുപോവുക. പിന്നെ എന്താ ഭക്ഷണം കഴിച്ചിരുന്നത് ഇതാ എൻ്റെ മൂത്താപ്പാൻ്റെ മോളെത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ, അമ്മയ്യാളും മക്കളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, നല്ല കഥ പറിച്ചിട്ട നല്ല സ്വറ പറിച്ചിലറിയില്ല. ഞാനും ജ്യേഷ്ഠത്തിയും കൂടി കൂടിയാൽ പിന്നെ പറയണ്ട, കുറേ പറയണ്ടോണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, പിന്നെ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് ഫാമിലി ഫോട്ടോക്ക് മടി ഒരുങ്ങിയിട്ടാ. അപ്പോൾ ആരെ വിളിച്ചിട്ടും വരുന്നില്ല, എല്ലാവർക്കും മടി, അമ്മയൊക്കെ ഭയങ്കര മടിയിട്ടാ. അപ്പോൾ എല്ലാവരും എണ്ണി പൊറുക്കി ഒരാളെ വിളിക്കുമ്പോൾ ഒരാളെ കിട്ടില്ല, ഒരാളെ വിളിക്കുമ്പോൾ ഒരാളെ കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. ഏതായാലും എല്ലാവരും കൂട്ടി ഒരുക്കി സ്റ്റേജിന്മേൽ കയറ്റിയിട്ടുണ്ട്. നമ്മളെ സ്വന്തം വീട്ടിൽ പരിപാടി ആകുമ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് പരിപാടി ആകുമ്പോൾ നമ്മൾ നാലെണ്ണാവുമല്ലോ. നമ്മൾ കല്യാണം കഴിഞ്ഞ വീട്ടിലാകുമ്പോൾ പിന്നെ നമ്മളൊന്ന് ഒതുങ്ങി നിൽക്കും. പക്ഷേ നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്കൊരു രസമാണല്ലോ, എല്ലാത്തിനും ഒരു ഫ്രീഡം ആണല്ലോ, നമുക്ക് ആരോടും എന്ത് പറയാനും എന്തിനും ഒരു ഫ്രീഡം ആണല്ലോ. അതൊക്കെ ഒരു രസം തന്നെയാണല്ലേ. മക്കൾ ഈ പൊന്തിക്കണ ഉടുപ്പൊക്കെ ഇട്ട് അവർക്ക് നല്ല ചൂട് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അവരിനിപ്പോൾ അടുത്തത് പോകാൻ തിരക്കൂടുന്നുണ്ട്. ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ അവർ ഏകദേശം റിസൾട്ട് വന്നിട്ടുണ്ട്, അവർ പോകാൻ തിരക്കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മേൻ്റെ മക്കളാണ്. അപ്പോൾ ഇതാ പുതിയാപ്പിള വരുന്നുണ്ട്. പുതിയപ്പള വന്ന് അകത്തേ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ടില്ല, കാരണം കുട്ടികളൊക്കെ പോകാൻ തല്ലുകൂടെ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അവർക്കെല്ലാം ചൂടും പോയൊക്കെ ഉണ്ട്. അപ്പോൾ പോകാൻ തിരക്കൂടി ഇപ്പോൾ ഇവിടെ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ അടുത്ത സെക്ഷൻ ബ്രൈഡിൻ്റെ എൻട്രൻസ് ഉണ്ട് ഇവിടെ നടക്കണം. അപ്പോൾ അതിൻ്റെ ഒരുക്കം ഇങ്ങനെ നോക്കിക്കേനു, കണ്ടില്ല, അതിനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇവിടെ. അപ്പോൾ ഞാനത് ഇങ്ങനെ വെറുതെ അതും വീഡിയോ എടുത്തുട്ടാ.